വിഷപ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും പാല് കൊടുക്കുമോ? പാല് കൊടുത്താലും പഴം കൊടുത്താലും അത് വളരുമ്പോൾ തിരിഞ്ഞു കൊത്തും. അതൊരു ലോക തത്വമാണ്. അത് കേരളത്തിലെ CPM നേതാക്കൾക്ക് അറിയാത്തതല്ല. പക്ഷേ അവർ വിചാരിച്ചു നമ്മൾ പാല് കൊടുക്കുന്നത് അല്ലെങ്കിൽ പഴം കൊടുക്കുന്നത് നമ്മുടെ CPM പാമ്പിന്റെ കുഞ്ഞുങ്ങൾക്കാണല്ലോ, അതുകൊണ്ട് അവർ തിരിഞ്ഞു കൊത്തില്ല എന്ന് സ്വാഭാവികമായിട്ട് അവര് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? മറുപക്ഷത്തെ പാർട്ടികളെയും നേതാക്കളെയും പ്രവർത്തകരെയും അധിക്ഷേപിച്ച് തകർക്കുന്നതിന് അവര് പാലും പഴവും വെള്ളവും വളവും തീറ്റയും കൊടുത്ത് വളർത്തിയ സൈബർ ഗുണ്ടകൾ തന്നെ, അല്ലെങ്കിൽ സൈബർ പോരാളികൾ, അല്ലെങ്കിൽ സൈബർ കടന്നലുകൾ, അവർ തന്നെ ഇപ്പോൾ പാർട്ടിക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. പാർട്ടി അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമത്തില് അതിന്റെ ദുരുപയോഗം അതിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു പുതിയ കാര്യമല്ല. രാജ്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ, സംഘടനകൾ, ഇവരൊക്കെ തമ്മിലുള്ള വ്യവഹാരങ്ങളിലൊക്കെ എതിരാളികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതിന്റെ സാധ്യതകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. നയതന്ത്ര രംഗത്ത് അത്തരം വ്യവഹാരങ്ങളിൽ സോഷ്യൽ മീഡിയയെ വളരെ ഫലപ്രദമായിട്ട് അത് ദോഷകരമായ രീതിയിൽ തന്നെയൊക്കെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. നമുക്കറിയാം, ഏതെങ്കിലും രാജ്യത്തൊരു സംഘർഷം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇരുവിഭാഗം ജനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കലാപത്തിന്റെ സാധ്യതകൾ ഉണ്ടായാൽ അവിടേക്ക് ആദ്യം ചെയ്യുക ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിക്കുക എന്നുള്ളതാണ്. അത് ലോകമെങ്ങും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലും സ്ഥിതി മറ്റൊന്നല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളുടെ പ്രയോജനപ്പെടുത്തൽ വളരെ വൻതോതിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൽ പാർട്ടി വ്യത്യാസമില്ല. CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരൊക്കെ വളരെ സജീവമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിന്റെ കാര്യത്തിൽ CPM-ന് തന്നെയാണ് ഒന്നാം റാങ്ക് എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പാർട്ടി തന്നെ അവരുടെ തന്നെ സ്വന്തമായ സൈബർ പോരാളികൾക്കെതിരെ രംഗത്ത് വന്നപ്പോൾ അത് വളരെ വ്യക്തമായിരിക്കുകയാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനാണ് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ അല്ലെങ്കിൽ സൈബർ പോരാളികൾക്കെതിരെ വാളും വടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാരവശ്യം കാണുമ്പോൾ വാസ്തവത്തിൽ ചിരിയാണ് വരുന്നത്. പണ്ട് ഒരു മന്ത്രവാദി കുപ്പിയിൽ നിന്ന് ഒരു ഭൂതത്തെ തുറന്നു വിട്ടു. പിന്നീടാണ് ഭൂതത്തിന്റെ തനിനിറം മനസ്സിലായത്. അപ്പോ അതിനെ തിരിച്ച് കുടത്തിലേക്ക് എങ്ങനെയെങ്കിലും കയറ്റാൻ നടത്തുന്ന മന്ത്രവാദിയുടെ പാരവശ്യമാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെളിയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വളരെ സംഘടിതമായ തോതിൽ CPM ഈ ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും സാധ്യതകളെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവരത് പല രീതിയിൽ പല തലങ്ങളിലാണ് ചെയ്തതെന്ന് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നും നമുക്കൊക്കെ അറിയാം, പലർക്കും അറിയാം. അത് ഞാൻ പറഞ്ഞല്ലോ, പല തലത്തിലായിരുന്നു. ഇപ്പൊ പാർട്ടിക്ക് ഗുണകരമായ ഉള്ളടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത അതേ തോതിൽ അതേപോലെ തന്നെ ജനങ്ങളിലേക്ക്, പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു ഓൺലൈൻ സംവിധാനം അവർക്കുണ്ടായിരുന്നു. അത് ഒന്ന്. രണ്ടാമത്, ചില ഉള്ളടക്കങ്ങളിൽ അല്പം നിറം, അല്പം വ്യാജം അതൊക്കെ കലർത്തുക, അത് പാർട്ടിക്ക് പ്രയോജനകരമായ രീതിയിൽ അവരുദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. മൂന്നാമത്തെ ഒരു കൂട്ടർ ചെയ്തിരുന്നത് ഒട്ടും സത്യമല്ലാത്ത, വസ്തുതയുടെയോ സത്യത്തിന്റെയോ കണിക ലവലേശം പോലും ഇല്ലാത്ത ഉള്ളടക്കം പോലും അത് ശരിയാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക, തെറ്റിദ്ധാരണ വളർത്തുക, എതിർപക്ഷത്തുള്ളവരെ അതുവഴി അധിക്ഷേപിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പല തലങ്ങളിലാണ് അന്ന് CPM-ന്റെ ഈ സൈബർ പോരാളി സംഘം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം കാപ്സ്യൂളുകൾ ഉണ്ടാവും. നിരന്തരമെന്നോണം, നിത്യമെന്നോളം കൃത്യമായ കാപ്സ്യൂളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കും. രാഷ്ട്രീയമായ സംഭവവികാസങ്ങളിൽ പാർട്ടിയെ ന്യായീകരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാർട്ടിയുടെ എതിരാളികളെ തകർക്കാൻ പോകുന്ന തരത്തിലുള്ളതായിരിക്കാം. അത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കുന്നു.
ആ കാപ്സ്യൂളുകൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സൈബർ പോരാളികൾ, അവരെ നമുക്ക് സൈബർ ഗുണ്ടകൾ എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ സൈബർ കടന്നലുകൾ എന്നാണ് ഇപ്പൊ അവരെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഹാൻഡിലുകളിലൂടെ ലോകമെങ്ങും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ എം വി ജയരാജൻ പറയുന്ന പോരാളി ഷാജി, ചെങ്കതിർ, ചെമ്പട, PJ ആർമി മുതലായ പോരാളി സംഘങ്ങൾ അല്ലെങ്കിൽ സൈനിക ബ്രിഗേഡുകൾ, പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന ഈ സൈനിക സംഘം രൂപപ്പെട്ടു വന്നത്. അതിൽ ആദ്യം തന്നെ PJ ആർമിയെ തകർത്തു. PJ ആർമി ജയരാജനുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു. ജയരാജനെ പുകഴ്ത്തുക, ജയരാജൻ ഭാവി മുഖ്യമന്ത്രിയാണെന്നൊക്കെ വരുത്തി തീർക്കുക, അതുപോലെ തന്നെ വാഴ്ത്തുപാട്ടുകൾ ചമച്ച് പാടുക, അതൊക്കെ പ്രചരിപ്പിക്കുക, അതായിരുന്നു PJ ആർമിയുടെ ഒരു ലക്ഷ്യം. പക്ഷെ അത് പാർട്ടി മനസ്സിലാക്കുകയും അതിനെ ഒരു ശൈശവാവസ്ഥയിൽ തന്നെ തകർക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ജയരാജൻ പറയുന്ന പോരാളി ഷാജി അല്ലെങ്കിൽ ചെങ്കതിർ, ചെമ്പട, അതുപോലെ പല പല ഹാൻഡിലുകളുണ്ട്. ഇതൊക്കെ ശരിയാണോ പിന്നെ ഫേക്ക് ആണോ ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ഇവരാണ് പിന്നീട് പാർട്ടി ഏൽപ്പിച്ച ശ്ലീലവും അശ്ലീലവുമായ ജോലികൾ, വൃത്തികെട്ടതും വൃത്തിയുള്ളതുമായ ജോലികൾ കൃത്യമായിട്ട് ചെയ്തു പോന്നിരുന്നത്. അവരത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പാർട്ടിയോടുള്ള ആത്മാർത്ഥത 100% പ്രവർത്തിക്കുന്നതിന് ഈ അഭ്യാസ പ്രകടനങ്ങൾ തുടരുകയും ചെയ്തു. നമുക്കറിയാം അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അവരുടെ ആക്ഷേപങ്ങൾക്ക്, വ്യക്തിഹത്യകൾക്ക് ഇരയായ ആളുകളെ കുറിച്ച് നമുക്കറിയാം. അന്തരിച്ച മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏതൊക്കെ രീതിയിൽ നിന്ദ്യമായ രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്തത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയെ പോലും ഇവർ വെറുതെ വിട്ടില്ല. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ചരിത്രമായി മാറിയ അന്ത്യയാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളി വരെ ഉണ്ടായത്. ലക്ഷക്കണക്കിന് ആളുകൾ MC റോഡിന്റെ ഇരുവശത്തും അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് തടിച്ചുകൂടി. അതിനെ പോലും ഈ ഹാൻഡിലുകൾ അല്ലെങ്കിൽ പോരാളികൾ ആക്ഷേപിക്കുകയുണ്ടായി. അവർ സോണിയാഗാന്ധിയെ വെറുതെ വിട്ടിട്ടില്ല, പ്രിയങ്ക ഗാന്ധിയെ വെറുതെ വിട്ടിട്ടില്ല, അച്ചൂമ്മനെ അവര് സ്പെയർ ചെയ്തില്ല. എന്തിന് നമ്മുടെ ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന മുൻ MP ഏതൊക്കെ രീതിയിലാണ് ഈ CPM-ന്റെ ഈ സൈബർ പടയാളികള് ആക്രമിച്ച് വശാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവരൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്നു. അവർ MP ആയി. CPM-ന്റെ ഒരു പ്രമുഖ നേതാവിനെ സാമാന്യം നല്ല ഭൂരിപക്ഷത്തെ തോൽപ്പിച്ചു. അതല്ലാതെ അവർ തെറ്റും ചെയ്തിട്ടില്ല. അവർക്കെതിരെ ഉണ്ടായ ആക്ഷേപങ്ങൾ എന്തിന്? അടിമാലിയിൽ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു വൃദ്ധ, അവരെന്താണ് ചെയ്തത്? പെൻഷൻ കിട്ടാതായപ്പോൾ ഒരു പ്രതീകാത്മക പ്രതിഷേധം എന്ന നിലയിൽ അവര് ഒരു ചട്ടിയുമായി ഇരക്കാനിറങ്ങി, യാചിക്കാനിറങ്ങി. അതിന് പ്രതിഷേധ പ്രകടനമായിരുന്നു. അവരെ ഏത് രീതിയിലാണ് ഈ സൈബർ ഗുണ്ടകൾ ആക്രമിച്ചത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയില് പാർട്ടി ആചാര്യനായ കുമാരപിള്ള സാറ് നിർദ്ദേശിച്ച ആ ശൈലിയിലായിരുന്നു ഇവരുടെ അക്രമങ്ങൾ. മറുപക്ഷത്ത് ഏതെങ്കിലും ആളുകൾ, ചെറുപ്പക്കാര്, മിടുക്കന്മാര് വരുന്നുണ്ടെങ്കിൽ, മറുപക്ഷത്തിന് അനുകൂലമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഏതെങ്കിലും പെണ്ണുകേസിൽപ്പെടുത്തി അങ്ങ് തീർത്തേക്കാനാണ് കുമാരപിള്ള സാറ് പറഞ്ഞത്. ആ ഒരു ശൈലിയിലാണ് ഈ സൈബർ പോരാളികള് പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത്. പാർട്ടി കേഡർമാർക്ക് സമാന്തരമായിട്ട് ഒരു വർക്ക് ഫോഴ്സ് ആയിട്ട് തന്നെയാണ്, ഒരു പ്രവർത്തകരുടെ സംഘമായിട്ട് തന്നെയാണ് ഈ സൈബർ പോരാളികളെ അന്ന് പാർട്ടി കണ്ടതും കരുതിയതും വളർത്തിയത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പോരാളികൾക്ക് അഭിനന്ദന സൂചകമായി ഒരു താമ്രപത്രം തന്നെ രചിക്കുകയുണ്ടായി. കഴിഞ്ഞ ഏപ്രിൽ 20 അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഏത് മാധ്യമ കുത്തകയെയും സംഘടിത പ്രചാരണങ്ങളെയും തടഞ്ഞു നിർത്തി ജനമനസ്സുകളിലേക്ക് നേരിന്റെ വെളിച്ചം എത്തിക്കുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയെ സംരക്ഷിക്കുക എന്ന ചരിത്ര സത്യമാണ് ഇത്തരം ഗ്രൂപ്പുകൾ നിറവേറ്റുന്നത്. നോട്ട് ദ പോയിന്റ്. ഇതൊരു ഒരു ചരിത്ര ദൗത്യമാണ്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരിന്റെ അംശങ്ങളെ അല്ലെങ്കിൽ നേരിന്റെ വെളിച്ചത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കുകയാണ്. പിണറായി വിജയൻ തുടരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ സംഘടിതമായി ഇടതുപക്ഷ വേട്ടയ്ക്ക് ഇറങ്ങിയതാണ്.
എന്നാൽ LDF ചരിത്ര വിജയം ഉറപ്പാക്കിയതിലൂടെ ആ മാധ്യമങ്ങൾക്ക് അർഹിക്കുന്ന മറുപടി ജനങ്ങൾ നൽകി. ആ വിജയത്തിന് ചാലക ശക്തിയായി പ്രവർത്തിച്ചവരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. കടന്നലുകൾ എന്ന് ആക്ഷേപം കേട്ടപ്പോഴും ഏകപക്ഷീയമായി അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും മാന്യതയുടെയും മര്യാദയുടെയും അതിരുകൾ ലംഘിക്കാതെ രാഷ്ട്രീയ ബോധത്തോടെ ഇടതുപക്ഷമാണ് ശരി എന്ന് വിളിച്ചു പറയാൻ കേരളത്തിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളീയർ തയ്യാറായി. അത് ഈ നാടിന്റെ സവിശേഷ മാതൃകയാണ്. ശ്രീ പിണറായി വിജയൻ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം കിട്ടിയതിന്റെ ഒരു പ്രധാന കാരണക്കാർ ഈ സൈബർ പോരാളികൾ ആണെന്നാണ്. അവര് അധിക്ഷേപിക്കപ്പെട്ടപ്പോഴൊക്കെ മാന്യതയുടെയും മര്യാദയുടെയും അതിരുകൾ ലംഘിക്കാതെ പ്രവർത്തിച്ചു എന്ന ഒരു സർട്ടിഫിക്കറ്റാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ സമൂഹ മാധ്യമ കുറിപ്പിൽ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ തുടരുന്ന അവസാന പാരഗ്രാഫ്: നാടിനായുള്ള പോരാട്ടത്തിൽ നിർഭയം പങ്കുചേർന്നവർ ജനാധിപത്യ സങ്കല്പത്തിന്റെ തന്നെ കാവൽ മാലാഖമാരായി മാറുകയാണ്. ശ്രീ പിണറായി വിജയൻ ഈ സൈബർ പോരാളികളെ ജനാധിപത്യത്തിന്റെ കാവൽ മാലാഖമാർ എന്നാണ് കഴിഞ്ഞ ഏപ്രിൽ 20 വളരെ മുമ്പൊന്നുമല്ല വിശേഷിപ്പിച്ചത്. പക്ഷെ ദിവസങ്ങൾക്കകം പാർട്ടിയുടെ നിലപാട് മാറി. ശ്രീ പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് അതുവരെ ഈ സൈബർ പോരാളികളെ കുറിച്ചുള്ള പാർട്ടിയുടെ നിലപാടാണ് ഇത്. ഈ വായിച്ചു കേട്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ 4-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ പാർട്ടിയുടെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടായിരിക്കുകയാണ്. അടപടലെ പാർട്ടി തോറ്റു. 18 സീറ്റുകൾ UDF നേടി, ഒരു BJP സ്ഥാനാർത്ഥിയും വിജയിച്ചു, സുരേഷ് ഗോപി. അങ്ങനെ ഈ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണപ്പോഴാണ് നമ്മുടെ MP ജയരാജന് പുതിയ ബോധോദയമുണ്ടാവുന്നത്. അതായത് കുഴപ്പക്കാരൊക്കെ ഈ സൈബർ പോരാളികളാണ് എന്ന ഒരു പുതിയ വിവേകം. അപ്പോൾ MP ജയരാജൻ ഈ പോരാളി ഷാജിമാർക്കെതിരെ പൊട്ടിത്തെറിച്ചു. അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു, പോരാളി ഷാജി എന്ന പേരിൽ എത്ര പേജുകളുണ്ട്, യഥാർത്ഥ പോരാളി ഷാജിയാണോ അതോ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല. അതിന്റെ അഡ്മിൻ ആരാണ്? അദ്ദേഹം പുറത്തു വരട്ടെ. LDF അനുകൂലമാണ് ഇവരുടെ നിലപാടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്താ അഡ്മിന് മടി? എന്റെ വാർത്താ സമ്മേളനം കാണുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷാശയം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ പുറത്തു വരണം. ധൈര്യത്തോടെ പറയണം പോരാളി ഷാജി ആരാണെന്ന്. ഒരു പോരാളി ഷാജിയെ കുറിച്ചും പാർട്ടിക്ക് അറിവില്ല. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ള പോസ്റ്റുകളല്ല പലപ്പോഴും കൊടുക്കുന്നത്. അതൊരടവായിരുന്നു, തന്ത്രമായിരുന്നു. ഇത് സൈബർ പോരാളികളുടെ തരിയിലേക്ക് വെച്ചിട്ട് ചർച്ചയുടെ ദിശ മാറ്റുകയാണെങ്കിൽ പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെ ഇരുളിന്റെ മറവിൽ നിർത്താനാവും. MP ജയരാജൻ ഈ പോരാളി ഷാജി എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ ധൈര്യമുണ്ടെങ്കിൽ പുറത്തു പോയെന്ന് വെല്ലുവിളിക്കുകയാ. എന്തിനാ ഈ വെല്ലുവിളി? ഇതിന്റെ ഒരാവശ്യവുമില്ല. സംഗതി വളരെ സിമ്പിളാ. MP ജയരാജൻ കണ്ണൂർ പോലീസിൽ ഒരു പരാതി കൊടുക്കുക ഈ ഗ്രൂപ്പിനെ കുറിച്ച്. അപ്പൊ അവര് അന്വേഷണം നടത്തും. നമ്മുടെ സൈബർ സെല്ലിലെ മിടുക്കന്മാരാ. അവര് മിനിറ്റുകൾക്കകം ഇതിന്റെ അഡ്മിൻ അല്ലെ അഡ്മിന്മാർ അവരെ പിടിച്ച് CPM-ന്റെ മുമ്പിൽ നിർത്തി കൊടുക്കും. അതിന് ധൈര്യമില്ല. വെറുതെ ഈ സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ ഒരു നിഴൽ യുദ്ധം നടത്തി തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരാതെ സൂക്ഷിക്കാനാണ് ജയരാജൻ ശ്രമിക്കുന്നത്. പക്ഷെ ഈ പോരാളികള് അത് വിട്ടുകൊടുക്കുന്നില്ല. കൃത്യമായ മറുപടി അവര് MP ജയരാജന് നൽകിയിട്ടുണ്ട്. പോരാളി ഷാജി പറഞ്ഞതുകൂടെ കേൾക്കുക. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. ഞങ്ങളാരുടെയും പൈസ വാങ്ങിയിട്ടില്ല, വാങ്ങുകയുമില്ല. പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുകളില്ല. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഷാജി പറയുന്നത് ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുകളില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട, ഞങ്ങൾക്ക് കുനിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല
ഏതോ ബിനാമി ബിസിനസിനെ പറ്റിയാണ് ഷാജി ഇവിടെ പറയുന്നത് എന്നുള്ളത് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഷാജി തുടരുന്നു. നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്ന് ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത്. ജനങ്ങളുടെ ഒപ്പം നിൽക്കാത്തത് കൊണ്ടാണ് പാർട്ടി തോറ്റതെന്നാണ് ഈ ഷാജി സാർ പറയുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലേ ചെങ്കൊടി താഴെ വെച്ചിട്ട് വേറെ പണി നോക്കിപ്പാൻ, വല്ല വാർക്കപ്പണിക്കോ ചുമട്ട് തൊഴിലിനോട് പോകാനാണ് ഷാജി പറയുന്നത്. മാനവും മര്യാദയും മനസാക്ഷിയും മറന്ന് പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഈ സൈബർ പോരാളികളെ തോൽവിയുടെ ഉത്തരവാദികളായി ചിത്രീകരിക്കുന്ന ഒരു തന്ത്രമാണ് എം വി ജയരാജൻ ഇവിടെ കാട്ടിയത്. ഇത് കേരളം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്താണെന്ന് കേരളത്തിന് നന്നായിട്ട് അറിയാം. ഒരു കാര്യം കൂടി CPM ഓർത്തിരിക്കേണ്ടതുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. വിതച്ചത് കൊയ്യുക തന്നെ ചെയ്യേണ്ടി വരും. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും.